കോഴിക്കോട് മുൻ എം.എൽ.എ പ്രദീപ് കുമാറിനെ മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയായി നിയമിച്ചുകൊണ്ട് ഉത്തരവ് ഇറങ്ങി എന്നുള്ള വാർത്തയാണ് പുറത്തു വരുന്നത്. കെ രാഗേഷ്, നേരത്തെ മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന കെ രാഗേഷ് കണ്ണൂർ CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായി പോയ ഒഴിവിലാണ് ഇപ്പോൾ പ്രദീപ് കുമാറിനെ പ്രൈവറ്റ് സെക്രട്ടറിയായി നിയമിച്ചിരിക്കുന്നു എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. നമുക്കറിയാം, പ്രദീപ് കുമാർ MLA എന്ന തരത്തിൽ വിദ്യാഭ്യാസ മേഖലയിൽ അധികം ഇടപെട്ട വളരെ കരുത്തനായ ഇടതുപക്ഷത്തിൻ്റെ മുൻ MLA പ്രദീപ് കുമാറിനെയാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയായി നിയമിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ള ഏറ്റവും പുതിയ വിവരമാണ് പങ്കുവയ്ക്കാനുള്ളത്. നേരത്തെ പറഞ്ഞതുപോലെ കെ രാഗേഷ്, നേരത്തെ മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന കെ രാഗേഷ് കണ്ണൂർ CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായി പോയ ഒഴിവിലാണ് ഇപ്പോൾ പ്രദീപ് കുമാറിനെ പ്രൈവറ്റ് സെക്രട്ടറിയായി നിയമിച്ചിരിക്കുന്നത്. പ്രദീപ് കുമാറുമായി ബന്ധപ്പെട്ട് പ്രദീപ് കുമാർ കോഴിക്കോട് തന്നെ നമുക്കറിയാം, നേരത്തെ തന്നെ അവിടെ UDF സർക്കാരിൻ്റെ കാലത്ത് പൂട്ടാൻ നിശ്ചയിച്ചിരുന്ന പല സ്കൂളുകളും ഏറ്റെടുത്ത് ആ സ്കൂളിനെ പുതിയ രീതികൾ അതിൻ്റെ വികസനത്തിലേക്ക് നയിക്കുകയും ചെയ്ത പ്രദീപ് കുമാർ, വളരെ കോഴിക്കോടിൻ്റെ സൗമ്യനായ മുഖം പ്രദീപ് കുമാർ ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയായി നിയമിതനായിരിക്കുന്നു. ഷീജ ചേരുകയാണ്. വിവരങ്ങൾ ഷീജ, എന്താണ് ഇപ്പോൾ? വളരെ പുതിയ വാർത്തയാണ്. പ്രദീപ് കുമാറാണ് മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി, മുൻ MLA, അല്ലെ അനുഭവ പരിചയമുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ. തീർച്ചയായും സിജു, ഏതായാലും ഇപ്പോഴാണ് ഇത് സംബന്ധിച്ചുള്ള ഉത്തരവ് മുഖ്യമന്ത്രി ഒപ്പിട്ട് ഉത്തരവ് ആയിരിക്കുന്നത്. ഏതായാലും മുൻ MLA കൂടിയായിട്ടുള്ള പ്രദീപ് കുമാറാണ് മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയായി തീരുമാനിച്ചിരിക്കുന്നത്. നമുക്കറിയാം, നേരത്തെ തന്നെ കെ രാഗേഷ് CPMന്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായി ചുമതലയേറ്റ ഒരു പശ്ചാത്തലത്തിലായിരുന്നു അദ്ദേഹം മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി സ്ഥാനം ഒഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. രാഷ്ട്രീയ രംഗത്തും അത് പ്രത്യേകിച്ചും പൊതുപ്രവർത്തന രംഗത്ത് വലിയ തോതിലുള്ള പ്രവർത്തന പരിചയമുള്ള വ്യക്തി കൂടിയാണ് പ്രദീപ് കുമാർ. ആ അനുഭവ സമ്പത്ത് അദ്ദേഹത്തിന് മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് എത്തുമ്പോഴും മികച്ച രീതിയിൽ തന്നെ ഉപയോഗിക്കാൻ സാധിക്കും എന്നുള്ളൊരു വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് അത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് മുഖ്യമന്ത്രി എത്തിയതും. എന്തായാലും ഇത് സംബന്ധിച്ചുള്ള തീരുമാനം ഉത്തരവായി തന്നെ പുറത്തിറങ്ങി കഴിഞ്ഞിരിക്കുകയാണ്. ഷിജ, നമുക്കറിയാം, പ്രദീപ് കുമാർ എന്ന് പറയുന്ന MLAക്ക് ആ CPMന്റെ ഇടതുപക്ഷത്തിനും ഉപരിയായി അതിന് പുറത്തേക്ക് വ്യാപിക്കുന്ന ഒരു വ്യക്തി പ്രഭാവമുള്ള ആളാണ് പ്രദീപ് കുമാർ. മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ഇടപെടലുകൾ MLA എന്ന തരത്തിൽ ആ മണ്ഡലത്തിൽ, കോഴിക്കോട് നോർത്ത് മണ്ഡലത്തിൽ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ, ഏറ്റവും പ്രധാനമായി എടുത്തു പറയുന്ന മലാപ്പറമ്പ് സ്കൂൾ അടക്കമുള്ള കാര്യങ്ങൾ, UDF സർക്കാർ വലിയ തരത്തിൽ വീഴ്ച വരുത്തിയ മേഖലകളിൽ ഇടപെടുകയും കേരള വികസനത്തിന് മുതൽക്കൂട്ടാകുന്ന തരത്തിൽ, കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയ്ക്ക് കരുത്താകുന്ന തരത്തിൽ പല നിലപാടുകൾ കൈക്കൊണ്ട MLA. അതുകൊണ്ട് തന്നെയാണ് അത് നീണ്ടകാലത്തെ പൊതുപ്രവർത്തനം, ഇടതുപക്ഷത്തിൻ്റെ കരുത്ത് അതുകൂടി ചേർന്നുകൊണ്ടാണ് ഇപ്പോൾ അദ്ദേഹം മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി എന്ന തരത്തിലേക്ക് എത്തുന്നത്. ആ കഴിവ്, ആ അനുഭവ പരിചയം അദ്ദേഹത്തിന് മുതൽക്കൂട്ടാവുക തന്നെ ചെയ്യും. തീർച്ചയായും സിജു, അതിൽ ഒരു തരത്തിലുള്ള സംശയമില്ല. സുജി സൂചിപ്പിച്ചതുപോലെ തന്നെയാണ്. കാരണം പൊതുവിദ്യാഭ്യാസ മേഖലയിൽ വലിയൊരു കാൽവയ്പ് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് തന്നെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ്. അടച്ചുപൂട്ടലിന്റെ വക്കിൽ നിന്നുമുള്ള ഒരു സ്കൂളിനെ അതിനെ പൊതുവിദ്യാഭ്യാസ രംഗത്ത് അതിന്റെ ഒരു മാതൃകയാക്കി മാറ്റുവാൻ സാധിച്ചു എന്നുള്ളത് ഏറ്റവും വലിയൊരു പ്രത്യേകത തന്നെയാണ് പ്രദീപ് കുമാറിനെ സംബന്ധിച്ചിടത്തോളം. അദ്ദേഹം MLA ആയിരുന്ന സമയത്തും അല്ലാത്ത ഇരുന്ന സമയത്തും അവിടെയുള്ള ജനങ്ങൾക്ക് വേണ്ടിയും അതോടൊപ്പം തന്നെ ജനങ്ങളുമായി ബന്ധപ്പെടുന്ന വിഷയങ്ങളിലുമെല്ലാം ശക്തമായിട്ടുള്ള ഇടപെടൽ നടത്തുന്ന ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് എന്നുള്ളതിൽ ഒരു തരത്തിലുള്ള തർക്കവുമില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ഈ പ്രവർത്തന പാടവം അത് അദ്ദേഹത്തിന് മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് എത്തുമ്പോഴും അത് വലിയൊരു മുതൽക്കൂട്ടാകും എന്നുള്ളതിൽ ഒരു തരത്തിലുള്ള സംശയവുമില്ല. സിജു, നമുക്കറിയാം, വിദ്യാർത്ഥി സമരങ്ങളിലെ മുന്നണി പോരാളിയായിരുന്ന പ്രദീപ് കുമാറിനെയാണ് 3 പതിറ്റാണ്ട് മുമ്പ് കേരളം കണ്ടത്. അതിനുശേഷം MLA എന്നുള്ള അർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ മികച്ച പ്രവർത്തനങ്ങൾ കേരളം കണ്ടു. ഇനി മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി എന്ന തരത്തിൽ സംസ്ഥാനത്തിൻ്റെ ഭരണസിരാ കേന്ദ്രത്തിലേക്ക് എത്തുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ എല്ലാവിധ പരിചയവും, അതായത് വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ നേതാവ് എന്നുള്ള അർത്ഥത്തിൽ, അതോടൊപ്പം തന്നെ MLA എന്നുള്ള അർത്ഥത്തിൽ, അതായത് ജനജീവിതത്തിൻ്റെ സാധാരണ ജനങ്ങൾ ഇടപെടുന്ന എല്ലാ മേഖലകളും നമുക്കറിയാം. ഇപ്പോൾ തന്നെ ഈ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പറഞ്ഞതാണ്, ഭരിക്കുന്നവരും ഭരിക്കപ്പെടുന്നവരും എന്നുള്ള കാഴ്ചപ്പാട് തന്നെ മാറ്റേണ്ടതുണ്ട്. അങ്ങനെയുള്ള ആശയം, മുഖ്യമന്ത്രിയുടെ ആശയം നടപ്പിലാക്കുന്നതിന് ഇത്തരത്തിലുള്ള പ്രൈവറ്റ് സെക്രട്ടറിമാർ തന്നെയാണ് വരേണ്ടത്. നമുക്കറിയാം, നേരത്തെ കെ രാഗേഷ് ഒക്കെ ഇരുന്നപ്പോൾ കെ രാഗേഷ് ചുമതല ഒഴിഞ്ഞപ്പോൾ ദിവ്യാസ് അയ്യർ ഇട്ട പോസ്റ്റ് വളരെ കൃത്യമായി, എങ്ങനെയാണ് കരുത്തുറ്റ ഒരു മുഖ്യമന്ത്രിക്ക് കരുത്തുറ്റ പ്രൈവറ്റ് സെക്രട്ടറി ഉണ്ടാവുക, അത്തരത്തിൽ തന്നെ ഇപ്പോൾ ഈ പ്രദീപ് കുമാറിൻ്റെ സമരരംഗത്തുള്ള കരുത്ത്, MLA എന്നുള്ള അർത്ഥത്തിലുള്ള വികസനത്തിന് ഒപ്പം നിന്ന ഒരാൾ എന്നുള്ള അർത്ഥത്തിലുള്ള ആ അനുഭവം എല്ലാം കൂടി കരുത്താവുകയാണ്. ഏതായാലും അദ്ദേഹത്തിൻ്റെ പ്രതികരണം കൂടി നമുക്ക് ലഭിക്കാനുണ്ട്. ഇന്ന് ആണല്ലോ ഷീജ ഇത് സംബന്ധിച്ച് ഉത്തരവ് ഇറങ്ങിയത്. മറ്റേതെങ്കിലും മാറ്റമുണ്ടോ മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട്? കോഴിക്കോട് മുൻ MLA പ്രദീപ് കുമാർ മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയായി നിയമിച്ചിരിക്കുന്നു. മുഖ്യമന്ത്രി പ്രൈവറ്റ് സെക്രട്ടറിയായിട്ട് നിയമിച്ചിരിക്കുന്നു. അതിൻ്റെ ഉത്തരവ്
പുറത്തിറങ്ങി. നേരത്തെ തന്നെ വലിയ തരത്തിൽ സമര രംഗങ്ങളിൽ, വിദ്യാർത്ഥി സമരങ്ങളിൽ മുന്നണി പോരാളിയായിരുന്നു. കോഴിക്കോട് നോർത്ത് MLA എന്ന തരത്തിൽ മികച്ച പ്രവർത്തനം കാഴ്ച നിയമസഭാ സാമാജികൻ കൂടിയായ പ്രദീപ് കുമാറാണ് മുഖ്യമന്ത്രിയുടെ പുതിയ പ്രൈവറ്റ് സെക്രട്ടറി.